MSK പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയായിരുന്നു വൈഭവിൻ്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് നമുക്ക് ക്യാപ്റ്റൻ്റെ കാര്യത്തിൽ ആ ഒരു തർക്കത്തിന് സാധ്യതയില്ല. സഞ്ജു സാംസൺ ശരിയാണ്, ഒരു ഫാക്ടറോടെ നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് കണക്കെടുക്കുമ്പോൾ ശ്രേയസിന് തന്നെ വ്യക്തമായിട്ടുള്ള മുൻതൂക്കം ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ വൈഭവിൻ്റെ കാര്യം അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അരങ്ങേറാൻ പോവുകയാണ്. വൈഭവിൻ്റെ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. കാരണം വൈഭവ് സൂര്യവംശി നമുക്ക് അറിയാം, ഈ ഒരു യങ് ഏജിൽ പലപ്പോഴും ഏജിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടാണ് വൈഭവിനെ 15 വയസ്സെങ്കിലും ആവണം എന്നുള്ള പുതിയൊരു റൂൾ വന്നെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ പുറത്താണ് അദ്ദേഹത്തെ ഇത്രകാലവും മാറ്റി നിർത്തിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യയിലെ IPL മാത്രമല്ല ആഭ്യന്തര ക്രിക്കറ്റിലും മറ്റ് പല മത്സരങ്ങളും മികച്ച മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് 15 വയസ്സ് തികഞ്ഞു, ഇന്ത്യൻ ടീമിലേക്ക് എത്തി. അതിൽ യാതൊരു അത്ഭുതം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ടീമിൽ എത്തും എന്നുള്ളതിൽ. വൈഭവിൻ്റെ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഈ ടീം നോക്കുമ്പോൾ ഞാൻ അത്രത്തോളം തൃപ്തനല്ല. ഒരുപാട് നിരാശകൾ ഈ ടീം സമ്മാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എത്ര പറയുകയാണെങ്കിലും ഒരു ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റനാണ് സൂര്യകുമാർ യാദവ്. അദ്ദേഹം ഫോമൗട്ടാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഒന്ന് ആലോചിച്ച് നോക്കുക, 52 മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ചിട്ട് 42 മത്സരങ്ങളിലും വിജയിച്ചൊരു ക്യാപ്റ്റനാണ്. ഒരു ക്യാപ്റ്റൻ 2 പ്ലേയേഴ്സിൻ്റെ ഗുണം ചെയ്യുന്നു എന്ന് മുമ്പ് ഹർഷ ഭോഗ്ലെ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ത്യക്ക് ലോകകപ്പ് സമ്മാനിച്ചൊരു ക്യാപ്റ്റൻ, അതിനു മുമ്പ് ഇന്ത്യക്ക് ഏഷ്യ കപ്പ് സമ്മാനിച്ചൊരു ക്യാപ്റ്റൻ, പല മത്സരങ്ങളിലും ഇന്ത്യക്ക് മുന്നിൽ നിന്ന് നയിച്ചൊരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ബാറ്റിങ്ങിൽ അദ്ദേഹം പരാജയമായിരിക്കാം, സമ്മതിക്കുന്നു. IPL-ലും അദ്ദേഹത്തിന് വേണ്ടത്ര സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു ക്യാപ്റ്റനെ ഈ രീതിയിലാണ്, ഒരു വിന്നിംഗ് ക്യാപ്റ്റനെ, ലോകകപ്പ് ജയിച്ചിട്ട് ഇപ്പോൾ 2-3 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്യാപ്റ്റനെ പുറന്തള്ളുക എന്നുള്ളത് ഇന്ത്യൻ ടീം അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു നെറുകേടും നീതികേടുമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഇതിനു മുമ്പ് ഇതേപോലെ ഒരു വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റന്മാരായതിൽ നിന്നും പുറന്തള്ളപ്പെട്ടത് 2 പേരാണ്. ഒന്ന് ഇമ്രാൻഖാനാണ്, മറ്റൊന്ന് മൈക്കൽ ക്ലാർക്കാണ്. മൈക്കൽ ക്ലാർക്ക് 2015 വേൾഡ് കപ്പ് നേടി അവസാനം ആ മത്സരത്തിന് ശേഷം അദ്ദേഹം റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെ അടുത്ത ടീമിൽ ഉൾപ്പെടുത്താതിരുന്നത്.